ഫസ്റ്റ് പാർട്ടിൽ ആ പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കയറ്റി വെച്ചത് എന്താണോ ആ ക്യാരക്ടറിനെ ഒറ്റയടിക്ക് കൊന്നു കളയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഈ പുഷ്പ ടു ദ റൂൾ എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഒരു മേഖലയും ആ സിനിമയുടേത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്താണോ അല്ലു അർജുൻ ആ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്, അതിന്റെ ഒരു യാതൊരു ഷാഡോ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറായി മാറി പുഷ്പ ടൂവിൽ. അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് ആയാലും ആ ചെരിഞ്ഞ് നടക്കുന്ന ആ സ്റ്റൈലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സ്റ്റാച്യു ഫിഗർ പോലെയാണ് നമുക്ക് തോന്നിയത് പുഷ്പ ടൂവിലോട്ട് വന്ന സമയത്ത്. തിരക്കഥയാണെങ്കിൽ തിരക്കിട്ട് എഴുതിയ ഒരു കഥ പോലെയാണ് തോന്നിയത്. ഒരു കണക്ഷൻ ഇല്ല. സാധാരണ കുറേ സിനിമയിൽ ഉപയോഗിച്ച പല സാധനങ്ങളും അവിടെ ഇവിടെയും കുത്തി കയറ്റിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കി. എനിക്ക് തോന്നിയത് ഫസ്റ്റ് പാർട്ട് അവർ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ഒരു പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഇതേ ക്യാരക്ടേഴ്സിനെ വെച്ച് പടച്ചു വിട്ടേക്കാം, നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആക്കി അത് മാർക്കറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ള ഒരു തോട്ടിന്റെ പുറത്ത് ചെയ്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മേഖല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്യാമറമാനൊക്കെ ക്യാമറ മറന്നുപോയെന്ന് തോന്നുന്നു ചെയ്യാൻ. അത്തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ എഡിറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആദ്യം നമുക്ക് തോന്നുന്ന ഒരു നോൺ ലീനിയർ തരത്തിലാണ് സിനിമ പോകുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് നമുക്ക് കഥയൊന്നും മനസ്സിലാവാത്ത, കഥയൊന്നും ഇല്ല മനസ്സിലാക്കാൻ. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ പഴയ പരിപാടി തന്നെ, ഇടി അടി, അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുപോകല്, പിന്നെ നമ്മുടെ കാഞ്ചനന്റെ ഒക്കെ ഒരു വൈബ് ഉണ്ട് ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ. അതൊക്കെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് എഴുതി ചേർത്ത രംഗമാണ്. അങ്ങനത്തെ ഒരു സീൻ പിടിച്ച് മറ്റേ ഋഷഭ് ഷെട്ടിന്റെ ഒക്കെ ഇതിലുണ്ടായിരുന്നല്ലോ, കാന്താരയിലുള്ള പോലെ തന്നെ ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു മൂഡ് പിടിച്ചിട്ട് അതിന്റെ കൂടെ ഒരു സാധാരണ കണ്ടുവരുന്ന സ്ത്രീത്വത്തെ അഭിമാനിക്കൽ, അതിന്റെ പിന്നാലെ വരുന്ന ഒരു ഫൈറ്റ്, ഇതൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. ആ പുഷ്പ ടൂവിന് എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ആ സാധനം വന്നിട്ടില്ല. കാരണം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പുഷ്പ ടു ദ റൂൾ എന്നാണ്. അതായത് ഒരു അണ്ടർഡോഗ് ആയിരുന്ന ആ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ സൂപ്പർ ഡോഗ് ആയി മാറുന്നതാണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചത്. എന്നിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത് സസ്റ്റെയിൻ ചെയ്യാൻ അദ്ദേഹം എന്താണ് കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കൂടാതെ ട്രെയിലറിൽ പറയുന്നുണ്ടായി പുഷ്പ ഇപ്പോ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണ്. അപ്പൊ ആ ഇന്റർനാഷണൽ ലെവലിലുള്ള ആ പുഷ്പയുടെ സ്മഗ്ലിംഗ് കളികളൊക്കെയാണ് കാണാൻ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ യാതൊരു വിധത്തിൽ എനിക്ക് കണക്ട് ചെയ്യുന്ന ഒരു സാധനം സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അല്ലു അർജുൻ്റെ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ രശ്മിക പറയണ്ട ആ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ അടുത്തൊരു നാഷണൽ അവാർഡ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ് രശ്മി കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു സീനില് സാധാരണ ഒരു ടിപ്പിക്കൽ സീൻ തന്നെയാണ്. മാസ് കാണിക്കാൻ വേണ്ടി നായകനെ ബൂസ്റ്റ് ചെയ്യുന്ന കുറെ ഡയലോഗ് പറയുന്ന സെന്റിയും അതുപോലെ തന്നെ വളരെ എലവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിൽ മെഴുകി വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നും എന്താണ് ഒരു ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു ആ സീന്. നമുക്ക് ഒട്ടും റിലേറ്റബിൾ അല്ലാത്ത രീതിയിലാണ് ആക്ട് ചെയ്ത് വിട്ടിട്ടുള്ളത്. തീരെ ഒരു കൺവിൻസിങ് അല്ലായിരുന്നു ആ ഒരു സീനും കാര്യങ്ങളൊക്കെ. പിന്നെ ഫഹദ് ഒരു 1-to-1 ഫൈറ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചു ഫഹദും അല്ലു അർജുനായിട്ട്. പക്ഷെ ഇതിൽ വരുന്ന സമയത്ത് വെറുതെ ഈ വേർഡ് ഫൈറ്റ്, അതും നമുക്ക് ഇറിറ്റേറ്റിംഗ് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അവര് ഇടയ്ക്ക് നമ്മൾ ആ ഫഹദിന്റെ ക്യാരക്ടർ അത്രയും ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് പാർട്ടിൽ. ഇനി സെക്കൻഡ് പാർട്ടിൽ ഇവർ തമ്മിൽ വരുന്ന ആ ഫേസ് ഓഫ് ഒക്കെ കിടിലനായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്താണ് ഇടയ്ക്ക് അതിന്റെ അടുത്ത് എനിക്ക് തോന്നുന്ന ഡയറക്ടർ പറഞ്ഞാൽ കുറച്ച് രംഗണ്ണൻ എടുത്ത് കാച്ചിക്കോ, ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചോളാം, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറ്റിക്കോളാം, അങ്ങനെയുള്ള ഒരു സീനാണ്. അങ്ങനത്തെ ഒരു സ്കീമാണ് എനിക്ക് തോന്നിയത്. ഒട്ടും രസമില്ലായിരുന്നു. ഫഹദിന്റെ ആ ക്യാരക്ടർ കൊടുത്തു വെച്ചിരിക്കുന്ന ആ ഇമേജ് ഒക്കെ ഒരു എന്താ പറയുക, ഒരു കോമഡിയാക്കി വിടുന്ന പോലത്തെ ഒരു സീനാണ് എനിക്ക് തോന്നിയത്. ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അഭിനയിച്ചതും ആയിട്ട് എനിക്ക് തോന്നി. അതിന്റെ ഒരു ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന കൺക്ലൂഷൻ ആണെങ്കിൽ അതിനെക്കാട്ടി വലിയ കോമഡി ഒന്നും പറയാനില്ല. തിയേറ്ററിൽ പോയി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഈ സപ്പോർട്ടിങ് ആയിട്ട് വരുന്ന കുറേ ക്യാരക്ടേഴ്സ്. അതൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ലാസ്റ്റ് എന്താ പറയുക, ഒരു പാസം കാണിക്കുന്ന ഫാമിലിയിലോട്ട് കൊണ്ടുപോകുന്ന പരിപാടികളുണ്ട്. ഒറ്റ അടിക്ക് ഏത് ലെവലിലാണോ പുഷ്പ നിൽക്കുന്നത് അവിടുന്ന് ഒറ്റ ഡ്രോപ്പാണ് ഫാമിലി ലൈഫിലോട്ട് വരുന്നത്. പിന്നെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ്, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. സെന്റിമെന്റ്സ് ഒന്നും നമുക്ക് കണക്ട് ആവുന്ന ഒരു സാധനം വന്നിട്ടില്ല. അങ്ങനെ മൊത്തത്തിലൊരു ശോകം എക്സ്പീരിയൻസ് ആണ് പുഷ്പ 2 കണ്ട സമയത്ത് എനിക്ക് ഉണ്ടായത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇഷ്ടമായോ അതോ എൻ്റെ അതേ അഭിപ്രായമാണോ? എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.